ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ട്യൂട്ടോറിയൽ സ്ഥാപനത്തിനുള്ള അപേക്ഷ അല്ലെങ്കിൽ അതിന്റെ ലൈസൻസിനുള്ള അപേക്ഷ ഓൺലൈനിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ലോക്കൽ ബോഡിയിലോട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ILGMSന്റെ പോർട്ടലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ILGMSൽ വന്ന ശേഷം ഇവിടെ ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലോഗിൻ ID ആൻഡ് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെയുള്ള ബോക്സിൽ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ലോഗിൻ ID കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിൽ കൃത്യമായിട്ട് കൊടുത്തതാണ്. ലോഗിൻ ആയി വന്ന ശേഷം ആദ്യം തന്നെ ഇവിടെ ലാംഗ്വേജ് മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക. താഴേക്ക് വരിക. താഴേക്ക് വന്ന ശേഷം ഇവിടെ ലൈസൻസുകളും അനുമതികളും എന്നുള്ള സെക്ഷൻ കാണിക്കും. ആ സെക്ഷനകത്ത് ഇവിടെ ഉണ്ട് നമുക്ക് ട്യൂട്ടോറിയൽ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു അപേക്ഷ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓഫീസിന്റെ തരം എന്നുള്ള ഭാഗത്ത് ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഓഫീസിന്റെ പേര് എന്നുള്ള ഭാഗത്ത് ഏതാണോ ഓഫീസ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതം സെലക്ട് ചെയ്ത് കൊടുക്കുക. വിഭാഗം എന്നുള്ള ഭാഗത്ത് പൊതുവിഭാഗമാണെങ്കിൽ പൊതുവിഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് ആണ്, അതായത് ആളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അപേക്ഷകനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ. ഇവിടെ നമ്മൾ ആദ്യം തന്നെ അപേക്ഷകന്റെ തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് സെലക്ട് ചെയ്യുക. തിരിച്ചറിയൽ രേഖ നമ്പർ എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡിന്റെ നമ്പർ ആണെങ്കിൽ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ പേര് എന്നുള്ള ഭാഗത്ത് കൃത്യമായിട്ട് എന്താണോ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് ലഭ്യമായിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ സ്ഥിര മേൽവിലാസം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് വീട്ടുപേര്, പ്രാദേശിക സ്ഥലം, പ്രധാന സ്ഥലം, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ്, വാർഡ് നമ്പർ, അപേക്ഷകൻ താമസിക്കുന്ന വാർഡ് നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഈ ഒരു തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിലുള്ള ഒരു വ്യക്തിയല്ല അപേക്ഷകനെങ്കിൽ അവിടെ കേരളത്തിനുള്ളിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് വേണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം താഴെ കത്തിടപാടുകൾ നടത്തുന്നതിനുള്ള മേൽവിലാസം എന്നുള്ള ഭാഗത്ത് ഇവിടെ സ്ഥിര മേൽവിലാസത്തിന് സമാനമാണ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള അപേക്ഷ തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് രണ്ട് രീതിയിലാണ് തയ്യാറാക്കാൻ സാധിക്കുക. ഒന്ന്, മാനുവലായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അപേക്ഷ തയ്യാറാക്കാം. ഫ്രമും ടു ഒക്കെ വെച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചിട്ടുള്ള അപേക്ഷ നമുക്ക് തയ്യാറാക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അപേക്ഷ ഫോമിലോ അല്ലെങ്കിൽ വെള്ളക്കടലാസിലോ തയ്യാറാക്കുന്ന അപേക്ഷ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അപേക്ഷ തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ അതിനാണെങ്കിൽ നമുക്ക് ഇവിടെ ഫയൽ അറ്റാച്ച് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിലേക്ക് ഇവിടെ ഫയൽസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് അപേക്ഷയും അതുപോലെ തന്നെ ID കാർഡിന്റെ കോപ്പിയും അതുപോലെ തന്നെ നമ്മൾ ആ സ്ഥാപനം നടത്താൻ ഉദ്ദേശിക്കുന്ന ബിൽഡിങ്ങിന്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ റെന്റൽ അഗ്രിമെന്റോ കാര്യങ്ങളോ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വാർഡ് നമ്പറും അതുപോലെ തന്നെ കത്തിടപാടുകൾക്കുള്ള മാർഗവും സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പേയ്മെന്റ് ആണ് 205 രൂപയാണ് ടോട്ടൽ നമുക്ക് വരുന്നത്. 200 രൂപ രജിസ്ട്രേഷൻ ഫീസും അതുപോലെ തന്നെ 5 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഫീസും അത് നമ്മൾ അടച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് സത്യപ്രസ്താവന പേജാണ്. ഇവിടെ നമ്മൾ കൺസെന്റ് ബോക്സിൽ ടിക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്ത് ഈ ഒരു അപേക്ഷ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സബ്മിറ്റ് ചെയ്തതോടുകൂടി തന്നെ ലോക്കൽ ബോഡിയിലോട്ട് അത് സബ്മിറ്റ് ആവുന്നതാണ്. അപേക്ഷ പേയ്മെന്റ് കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ സ്ലിപ്പ് കൂടി കൈപ്പറ്റ് റെസിപ്റ്റ് കൂടി കസ്റ്റമർക്ക് നമ്മൾ പ്രിന്റ് എടുത്ത് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് ഒരു ട്യൂട്ടോറിയൽ സ്ഥാപനത്തിനുള്ള ലൈസൻസിന് വേണ്ടിയുള്ള അപേക്ഷ നമ്മൾ ഓൺലൈനിൽ സമർപ്പിക്കുന്നത്.